ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ ഒരു കല്യാണത്തിന് വന്നു കേട്ടോ ഗൈസ്. കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണമാണ് കേട്ടോ. നമ്മൾ രാവിലെ അവരുടെ വീട്ടിൽ വന്നുകൊണ്ട് അവനായിട്ട് നമ്മൾ കാറൊക്കെ കയറി പോകും കേട്ടോ ഗൈസ്. നമുക്ക് നേരെ ഓട്ടിടത്തിലോട്ട് പോകണം. അപ്പോൾ അവൻ്റെ അമ്മയും ചേച്ചിയും വണ്ടിക്ക് തിരിപ്പുണ്ട് കേട്ടോ ഗൈസ്. കാരണം അതിന് ശേഷം അവൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് കാണാൻ വേണ്ടി അവരെല്ലാവരും നമുക്കൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണാനുള്ള പിള്ളേരാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഒത്തിരി ഹാപ്പിയായി സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഗൈസ്. എന്നിട്ട് നമ്മൾ നേരെ വണ്ടി നേരെ ഓടിച്ചെടുത്തോട്ട് വിടുക കേട്ടോ ഗൈസ്. ചെറുക്കൻ നല്ല ഹാപ്പിയിലാണ്. ആർക്കാലും കല്യാണം ഒരു ഹാപ്പിയുള്ള കാര്യമല്ല ഗൈസ്. കാരണം നമ്മൾ ഓടിച്ചെടുത്ത് വന്നു കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ കല്യാണം നടക്കാൻ പോകുന്നത്. ഓടിച്ചെടുത്തായിരുന്നു കേട്ടോ ഗൈസ്. നമുക്കിനി നല്ല പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ സബ്സ്ക്രൈബർ പിള്ളേരാണ് കേട്ടോ ഗൈസ്. നമ്മുടെ കടയിലൊക്കെ എപ്പോഴും വരുന്ന പിള്ളേരാണ് കേട്ടോ. അമ്മമാർ വന്ന് അമ്മമാരെ കൂടെ വീഡിയോ കാണിക്കുന്നത് വെച്ചപ്പോൾ അമ്മമാരെ കൂടെ കാണിച്ചേ കേട്ടോ ഗൈസ്. കാരണം നമ്മുടെ പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് കല്യാണ പെണ്ണ് ഗൈസ്. അപ്പം നമുക്കറിയാവുന്ന ആൾ തന്നെയാണ് കേട്ടോ ഗൈസ്. അവർ നമുക്കൊരു ടാറ്റയൊക്കെ തന്നു. നമ്മളാണ്ട് ഓഡിറ്റോറിയത്തിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറിയത് കേട്ടോ ഗൈസ്. ഇതാണ് മണ്ഡപം കേട്ടോ ഗൈസ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ പിള്ളേരൊക്കെ വേണ്ട വെൽക്കം ഡ്രിങ്ക് കൊടുക്കും. നല്ല പരിപാടിക്ക് വേണ്ടിയുള്ള പരിപാടി സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇവന്മാരെല്ലായിടത്തും ഉണ്ട് കേട്ടോ ഗൈസ്. അവന്മാരാണ് വെള്ളം സെറ്റ് ചെയ്യുന്നതും ഗ്ലാസ് കൊടുക്കുന്നതെല്ലാം ഗൈസ്. അങ്ങനെ നല്ല കെട്ട് കഴിഞ്ഞ് ഗൈസ്. മാലോട്ടിയെ വിളിക്കാൻ പറ്റില്ല ഗൈസ്. ഇനിയിപ്പോൾ മാലോട്ടിയെ വിളിക്കാൻ വേണ്ടി എനിക്ക് പോകണം കേട്ടോ. നല്ലപോലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ നല്ല കെട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ മാലോട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ഈ തിരക്കിനിടയ്ക്ക് അവളെ കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അവളെ വിളിച്ചില്ല. ഇപ്പോൾ നല്ല നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവളെ വിളിച്ചുകൊണ്ട് വരാം. ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മാലോട്ടിയെ കൊണ്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ എൻ്റെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതെ ചെറുക്കനെ മുന്നേ കണ്ടു വിഷ് ചെയ്തു. അവർക്കൊരു ഗിഫ്റ്റൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് വേണ്ടേ അതിനുശേഷം നമുക്കിനി നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോകാം. താഴോട്ട് പോകാം ഗൈസ്. താഴെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചേക്കുന്നത്. അപ്പം ഗൈസ് അങ്ങനെ താഴോട്ട് പോയപ്പോൾ വേണ്ടേ എല്ലാ കല്യാണത്തിനും കാണുന്ന പോലെ തന്നെ ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം തിരക്കൊക്കെ കുറഞ്ഞതിന് ശേഷം മാലോട്ടി ഞാൻ അകത്തോട്ട് കൊണ്ടുപോയി ഗൈസ്. കാരണം ഞാൻ മാലോട്ടി പറഞ്ഞ് കഴിച്ചു. കാരണം വിളമ്പാനൊക്കെ ആൾ കുറവാണ്. ഞാനും വിളമ്പാനും അവരോടത്ത് ഞാനങ്ങ് കൂടി ഗൈസ്. ഞാനങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പിണക്കമൊക്കെ മാലോട്ടിക്കുണ്ട്. ഞാൻ മാലോട്ടി നേരെ കയറി കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മ മാലോട്ടിയെ വിളിച്ചുകൊണ്ട് പോയി ഗൈസ്. വിളമ്പുന്നതും എല്ലാം നമ്മുടെ പിള്ളേർ തന്നെ കേട്ടോ ഗൈസ്. എല്ലാം കൂട്ടുകാർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും കൂടി നടന്ന് ചെയ്യുന്നുണ്ട് ഗൈസ്. മാലോട്ടി ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കുന്നുണ്ട്. എൻ്റെ ചെറുക്കനും കൂടെ തന്നെ കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഗൈസ്. വേറെ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. നമുക്ക് നേരെ കടയിലോട്ട് പോകാം ഗൈസ്. ഞാനും മാലോട്ടിയും കടയിൽ വന്നു. കട വന്ന് ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ ഗൈസ് കട തുറന്നു. കല്യാണം